ഹായ് എവരി വൺ, വെൽക്കം ടു ചാനൽ എ ഡ്രാമ ലവ്. ദെൻ ചെല്ലിയാനെ കാണിക്കണേ. അപ്പോൾ ചെല്ലിയ അങ്ങനെ പറഞ്ഞു വരും, ഞാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ എനിക്ക് എന്തായാലും യൂഫിൻ്റെ ബ്രഷ് കാര്യങ്ങൾ തരും, എന്തായാലും എൻ്റെ എഫേർട്ട് കാര്യങ്ങളൊന്നും വേസ്റ്റ് ആവില്ല. അങ്ങനെ അവൾ ക്ലാസ്സൊക്കെ വന്ന് നോക്കും. അപ്പോൾ ക്ലാസ്സിൽ സ്റ്റുഡൻസ് കാര്യങ്ങളൊന്നും അധികം കാണാത്തതുകൊണ്ട് ഫ്രണ്ടിനോട് ചോദിക്കും, ഇതെന്തെന്ന് ക്ലാസ്സിൽ. അപ്പോൾ അവർ ഇന്ന് നമുക്ക് ക്ലാസ്സിൽ ലീവാണ്, എനിക്കറിയില്ലെന്ന് നോക്കും. എന്നിട്ട് പറയും, ഇന്ന് പിന്നെ നമ്മളൊരു അവാർഡ് പ്രസ് കോൺഫറൻസ് ഉണ്ടായാലും ജഡ്ജാണ്. അപ്പം ഓളേക്കുമ്പോൾ എന്ത് അവാർഡ് കാര്യങ്ങളൊന്നും നോക്കും. ആ നേരത്ത് ക്ലാസ്മേറ്റിൻ്റെ ഫോണിൽ മെസ്സേജ് വരും. അപ്പോൾ അതിൽ ഈ പെയിൻറ്റിങ്ങിൻ്റെ റിസൾട്ട് ആയിരിക്കും. അതായത് എമിക്ക്, അതായത് യൂഫിൻ്റെ ആയിട്ടുള്ള പെയിൻറ്റിങ് എൻമി ആയിട്ടുള്ള ഓനക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസ് യൂഫിക്കാന്നായിരിക്കും ഉണ്ടാവുക. അത് കാണുമ്പോൾ ചെല്ലിയാൻ എന്നെ അത്ഭുതപ്പെട്ടിട്ട് എങ്ങനെ യൂഫിക്ക് സെക്കൻഡ് പ്രൈസ് ആവുക എന്നുള്ളതിൽ അത്ഭുതപ്പെടും. ദെൻ ആ ഒരു അവാർഡ് ഫംഗ്ഷൻ കാണിക്കുന്നത്. അപ്പം യാവോക്ക് അതിൻ്റെ അവാർഡ് കാര്യങ്ങൾ ഫസ്റ്റ് കിട്ടണേ, അവനെ ഏറ്റുവാങ്ങുന്ന സീൻസ് ഉണ്ട്. യൂഫിയെ കണ്ട് ദേഷ്യം പിടിച്ച് അവിടുന്ന് ഇറങ്ങി പോരും. ആ നേരത്തെ പ്രൊഫസർ യൂഫിൻ്റെ ബാക്ക് പോകും. എന്നിട്ടൊരു യൂഫി ഈ ഒരു റിസൾട്ട് കാര്യങ്ങളിൽ എന്നിട്ട് പറയാൻ നോക്കും. ആ നേരത്ത് യൂഫിയും പ്രൊഫസറിനെ ഈ കാര്യത്തിൽ ബ്ലെയിം ചെയ്യരുത്, നിങ്ങൾ എന്തായാലും എനിക്ക് ഒന്നും പ്രോമിസ് ചെയ്തില്ലല്ലോ, നിങ്ങൾ അങ്ങനെ ആക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇതാവേണ്ടാറ്, ഞാൻ അതിൽ തോറ്റ്, അത്രേ ഉള്ളൂ എന്ന് പറയും. ദെൻ യൂഫിൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത്. യൂഫിൻ്റെ റൂമിൽ അവനിങ്ങനെ ആ പെയിൻറ്റിങ് നോക്കി നിൽക്കും. നേരത്തെ ചെല്ലിയാൻ അവൻ്റെ ഫോണിക്ക് ഇങ്ങനെ കോൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവനൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോഴായിരിക്കും അവൻ്റെ ഫ്രണ്ട് തന്നെ. അപ്പോൾ ഓള് വന്നിട്ട് എൻ്റെ ഫോൺ വിലടിക്കുന്നുണ്ട്, ഈ എന്താ എടുക്കാതെ നോക്കും. അപ്പോഴായിരിക്കും ഫോൺ നോക്കണേ. എന്നിട്ട് ഫ്രണ്ട് പറയും, ഞാൻ എൻ്റെ ഡാഡിൻ്റെ കണക്ഷൻ വെച്ചിട്ട് അന്വേഷിച്ച്, അപ്പം ഈ റിസൾട്ട് കാര്യങ്ങൾ എന്തോ കളി നടന്നാണ്, മിക്കവാറും യാവോ അതിലുള്ള ഏതെങ്കിലും ജഡ്ജിന് പൈസ കൊടുത്തിട്ട് ഇതാക്കി നിൽക്കുന്നവർ. പിന്നെ ചില ജഡ്ജ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓലതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. മാത്രമല്ല ഇപ്പോൾ യാവോൻ്റെ പെയിൻറ്റ് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ മോശം പറയാനില്ല, അതും അത്യാവശ്യം നല്ല പെയിൻറ്റിങ് വലിയ നിൽക്കും. നേരത്തൊക്കെ ഇവൻ്റെ ഫോൺ ഇങ്ങനെ റെക്കോർഡിങ്ങിലേക്കും. അപ്പോൾ ഓള് പറയണ കേൾക്കുമ്പോൾ യൂഫി അറിയും, എനിക്കറിയാം അതിൻ്റെ പ്രശ്നം അവിടെ പറ്റിയെന്ന് പറയും. ആ നേരത്ത് ഓൾ അറിയും, ഇങ്ങനെ പെയിൻറ്റിങ്ങിനെ ഓരോന്ന് കുറിച്ചിട്ട് വരും. നമ്മൾ പെയിൻറ്റിങ്ങിൽ ഇങ്ങനെ ആയാലും നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മളെ ഫീലിങ്സിനെ എവിടെയാണ് കൺട്രോൾ എവിടെ വെച്ച് ഇതാക്കണമെന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് അറിയും, ആ ഒരു പിക്ചർ ഇങ്ങനെ നോക്കിയിട്ട്. ദെൻ യൂഫി ഇങ്ങനെ ചെല്ലിയാനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായതിന് സീൻസ് കാര്യങ്ങളൊക്കെ അങ്ങനെ ആലോചിക്കുകയാണ്. ഓളെ കൂടെ ഉണ്ടായതിന് ഓരോ മൂമെൻറ്റ്സ് കാര്യങ്ങൾ ആ ഒരു പിക്ചറിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ ഓരോ സീൻ ഇങ്ങനെ ഓർത്തെടുത്തതിന് ശേഷം എന്ത് ചെയ്യും, ആ ഒരു മാച്ച് സ്റ്റിക്ക് ഇതാക്കിയിട്ട് തീപ്പെട്ടിൻ്റെ കൊല്ലുകൊണ്ട് കത്തിക്കും ആ പെയിൻറ്റിങ്. കേട്ടോ മൈൻഡിൽ ഇങ്ങനെ പറയും, ഒരു പൂവ് വിരിയണമെന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ ഇങ്ങനെ താലോലിച്ച് കൊണ്ടെടുക്കരുത്. അപ്പം അത്തരത്തിലുള്ള അവസരങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി അപ്പം തുടക്കത്തിൽ തന്നെ അങ്ങനത്തെ അവസരങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മൈൻഡിൽ, അതായത് അങ്ങനെ ഒരു റിലേഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓളോടുള്ള ഒരു അഫെക്ഷനാണ് അവന് അവിടെ ഇല്ലാതാവണമെന്ന് ഇതാക്കി. ചെല്ലിയാനെ കാണിക്കുന്നത്, ഓള് യൂഫിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ബെല്ലടിക്കും. അപ്പം കുറേ വിളിച്ച് നോക്കും യൂഫിന്ന്, പക്ഷെ ആരും വിളിയേക്കുന്നുണ്ടാവില്ല. അങ്ങനെ നേരത്തെ കെഷാനും ജാവും അവിടേക്ക് വരും. എന്നിട്ട് ചെല്ലിയായി എന്താ ചെയ്യാൻ പോകുന്നത്, കാരണം ഓള് യൂഫി ഇവിടെ ഇല്ല വിചാരിച്ചിട്ട് പിന്നെ ഇനി എന്തെങ്കിലും പറ്റുമോ അറിയാൻ വേണ്ടിയിട്ട് ഇഷ്ടിക എടുത്ത് വാതിൽ പൊളിക്കാൻ നോക്കിയിരിക്കും. അപ്പം ജാവ് അറിയും, ഈ എന്താ ചെയ്യുന്നത്, ഓനൊരു ഇതിൽ ലോസായി എന്ന് വിചാരിച്ചിട്ട് ഓന് സൂയിസൈഡൊന്നും ചെയ്യില്ല, ഓനൊരു ഒരാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കും. കെഷാൻ പറയും, ഓൻ പറഞ്ഞു നോക്കണ്ട, എന്തായാലും യൂഫി അങ്ങനെയൊന്നും ചെയ്യില്ല. നേരത്തെ ഉള്ളിൽ നിന്ന് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കും. അപ്പം യൂഫിക്ക് ഞാൻ എന്തേ പറ്റുമോ പറഞ്ഞിട്ട് ഇല്ല. ആ നേരത്ത് പിന്നെ ജാവ് വരും, ഞാൻ എന്തായാലും പൊളിച്ച് വാതിൽ ഇതാക്കാൻ. അപ്പോഴായിരിക്കും യൂഫിൻ്റെ ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത് ചോദിക്കും. അപ്പോൾ ചെല്ലിയ ചോദിക്കും, സിസ്റ്റർ സോങ് യൂഫിക്ക് എന്താ പറ്റിയേ. അപ്പോൾ യൂഫിൻ്റെ വീടിൻ്റെ വാതിലൊന്നുകൊണ്ട് അതായത് അറിയും, യൂഫി ഏതായാലും ഇപ്പോൾ വീട്ടിലില്ല, നിങ്ങൾ എന്താ ഉള്ളിൽ വരുന്നോ ചോദിക്കും. അപ്പോൾ ഓരോന്ന് പറയാത്തപ്പോൾ ഓളിന്നിട്ട് വാതിലടിച്ച് പോകും.